പാപ്പ പറയുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനായി ഈശോ നമ്മുടെ മുറിവുകൾ സൗഖ്യമാക്കുന്നു. ജൂബിലി വർഷത്തിലെ ഈ നോമ്പുകാലം സൗഖ്യപ്പെടലിന്റെ ഒരു കാലമായി നാം സ്വീകരിക്കണം. ഞാനും ഇത് ഈ വിധത്തിൽ അനുഭവിക്കുകയാണ്, എന്റെ ആത്മാവിലും ശരീരത്തിലും. ബലഹീനതയും രോഗവും നാം എല്ലാം പൊതുവായി അനുഭവിക്കുന്നുണ്ട്. മാത്രവുമല്ല, ക്രിസ്തു നമുക്ക് നൽകിയ രക്ഷയിൽ പരസ്പരം സഹോദരങ്ങളുമാണ് നാം. സ്വന്തം പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തികളിലൂടെയും സൗഖ്യദാനത്തിന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കാനും രക്ഷകന്റെ പ്രതിബിംബങ്ങളായിരിക്കാനും നമുക്ക് സാധിക്കണം. ദക്ഷിണ സുഡാനിലെ പ്രതിസന്ധികൾ ഞാൻ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. അവിടുത്തെ സംഘർഷം കുറയ്ക്കുന്നതിന് എല്ലാവരും പരിശ്രമിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ധൈര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുകയും സൃഷ്ടിപരമായ ഒരു സംഭാഷണം ആരംഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുഡാനിലാകട്ടെ യുദ്ധം നിരപരാധികളെ കൊന്നൊടുക്കുന്നത് തുടരുന്നു. പൗരന്മാരായ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകണമെന്ന് സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന കക്ഷികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രതിസന്ധിക്ക് ശാശ്വതമായൊരു പരിഹാരം ഉറപ്പാക്കാൻ കഴിയുന്ന പുതിയ ചർച്ചകൾ എത്രയും വേഗം ആരംഭിക്കാൻ സാധിക്കട്ടെ. മാർച്ച് 30 ത്രികാല പ്രാർത്ഥനയ്ക്കൊടുവിൽ വായിക്കുന്നതിനായി നൽകിയ സന്ദേശത്തിൽ നിന്നും.